السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാർ, പാട്ടുകൾ കൊണ്ടും കഥകൾ കൊണ്ടും വർണ്ണാലഭമായ ഫറോസ്ദയുടെ അതിമഹത്തായ വേദിയിൽ പുതിയ കാല വായനയും മനുഷ്യനും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചിലത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാദം തുണക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ മാറ്റങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി നിലകൊള്ളുന്നത് തീർച്ചയായും സാങ്കേതിക വിദ്യയാണ്. ഡിജിറ്റൽ ലോകം നമ്മെ പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വായനയുടെ സ്ഥാനം എവിടെയാണെന്നത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ അടുത്ത കാലം വരെ പുസ്തകങ്ങളായിരുന്നു മനുഷ്യന്റെ പ്രധാന കൂട്ട്. അറിവിന്റെ കലവറകളായിരുന്ന പുസ്തകങ്ങൾ വായിച്ചാണ് നമ്മുടെ പൂർവികർ ലോകത്തെ അറിഞ്ഞത്, പുതിയ പുതിയ ആശയങ്ങളെ കുറിച്ച് ചിന്തിച്ചത്, പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചത്. എന്നാൽ ഇന്നോ കാലം മാറി. പുസ്തകങ്ങൾക്കു പകരം സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും നമ്മുടെ കൈകളിലെത്തി. പുസ്തകങ്ങളിൽ നിന്ന് വായന സ്ക്രീനുകളിലേക്ക് മാറി. ഇ ബുക്കുകൾ, ഓഡിയോ ബുക്കുകൾ, ഓൺലൈൻ ലൈബ്രറികൾ എന്നിവ വായനയെ എളുപ്പമാക്കി. ഷോർട്ട് ഫോർമാറ്റ് കണ്ടന്റ്, ന്യൂസ് വെബ്സൈറ്റുകൾ എന്നിവ വായനയുടെ രീതി തന്നെ മാറ്റിമറിച്ചു. ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് പുസ്തകങ്ങൾ വായിക്കാനും കണ്ടെത്താനും ഇന്ന് എളുപ്പമാണ്. ഇത്തരം സാഹചര്യത്തിൽ പുസ്തകങ്ങൾ വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇതിനൊരു നിശ്ചിത ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. തീർച്ചയായും സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റുമെല്ലാം വലിയ അറിവുകളുടെ സമുദ്രമാണെന്നതിൽ സംശയമില്ല. എന്നാൽ ഈ സമുദ്രത്തിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളപ്പോൾ കണ്ടെത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതിനായി നമുക്ക് ആഴത്തിലുള്ള അറിവും ചിന്തയും വിശകലന ശേഷിയും അനിവാര്യമാണ്. അതോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ കഴിയൂ. അതായത് ഒരു വിഷയത്തിനുള്ള ആഴത്തിലുള്ള അറിവ് ലഭിക്കാൻ പുസ്തക വായന അനിവാര്യമാണ്. മാത്രമല്ല, നാം ഒരു പുസ്തകം വായിക്കുമ്പോൾ നാം എഴുത്തുകാരന്റെ ചിന്തകളെ പിന്തുടരുന്നു. ഇത് നമ്മുടെ ചിന്താശേഷിയെ വികസിപ്പിക്കുന്നു. ചിന്തയുടെ അടിസ്ഥാനം വായനയും കേൾവിയുമാണ്. ഒരു വാക്ക് കേൾക്കുകയും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ചത്. പരിശുദ്ധ ഇസ്ലാം വായനയെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും മതമാണ് ഇസ്ലാം. അതിന്റെ കവാടമാണ് അറിവ്. ഇസ്ലാമിന്റെ ആദ്യ ആജ്ഞ തന്നെ വായനയെ കുറിച്ചാണ്. ഖുർആനിന്റെ പ്രാരംഭം തന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനെ കൊണ്ട് വായിക്കുക എന്നത് ഇസ്ലാം വായനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നതിനോ വ്യക്തമായ തെളിവാണ്. പുതിയ കാലത്തും വായനയുടെ പ്രാധാന്യം കുറയുന്നില്ല. മറിച്ച് അത് പുതിയ രൂപത്തിലും ഭാവത്തിലും മാറി വരുന്നു എന്നു മാത്രം. അതിനായി നമുക്ക് ഒന്നിച്ചു വായിക്കാം, അറിവിന്റെ മഹാലോകം കീഴടക്കാം. ഇത്രമാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.